ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ രാസബന്ധനം എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നമുക്കറിയാം, ഒരു തന്മാത്രയിലെ ആറ്റങ്ങൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, രാസബന്ധനം എന്ന് പറയുന്നത്. ഇനി ഈ രാസബന്ധനം തന്നെ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. ഒന്നാമത്തേതാണ് അയോണിക ബന്ധനം, അതേപോലെ രണ്ടാമത്തേതാണ് സഹസംയോജക ബന്ധനം. ഇന്ന് നമ്മൾ അയോണിക ബന്ധനം എന്താണെന്നും അതേപോലെ സഹസംയോജക ബന്ധനം എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം അയോണിക ബന്ധനം എന്താണെന്ന് നോക്കാം. ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം. എല്ലാവർക്കും അറിയുണ്ടാവും സോഡിയം ക്ലോറൈഡ് അല്ലെ. അപ്പൊ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അകത്ത് രണ്ട് ആൾക്കാരാണുള്ളത്. ആരൊക്കെയാണ്? സോഡിയം ഉണ്ട്, അതേപോലെ ക്ലോറിനും ഉണ്ട്. ഫസ്റ്റ് വൺ നമുക്ക് സോഡിയം നോക്കാം. സോഡിയം എന്ന് പറയുന്ന നേരം സോഡിയത്തിന്റെ അറ്റോമിക നമ്പർ 11 ആണ്. നമുക്കറിയാം, ഒരു ആറ്റത്തിന് സ്ഥിരത ലഭിക്കണമെങ്കിൽ അതിന്റെ ബാഹ്യതമ ഷെല്ലില് മാക്സിമം 8 ഇലക്ട്രോൺ ആണ് വേണ്ടത്. അതായത് 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ ആ ആറ്റം സ്ഥിരത കൈവരിച്ചതായിട്ട് നമ്മൾ കണക്കാക്കുകയുള്ളൂ. അപ്പൊ സോഡിയത്തിന്റെ കേസിൽ വരുന്ന സമയത്ത് അതിന്റെ ഇലക്ട്രോണിക വിന്യാസം എന്ന് പറയുന്നത് 2, 8, 1 ആണ്. അതായത് ബാഹ്യതമ ഷെല്ലില് ഒരു ഇലക്ട്രോൺ ആണ് ആർക്കുള്ളത്? സോഡിയത്തിനുള്ളത്. ആ ഒരു ഇലക്ട്രോൺ ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോ ബാഹ്യതമ ഷെല്ലിലുള്ള ആ ഇലക്ട്രോൺ ആണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഇതാണ് സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം. ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം, ക്ലോറിൻ. ക്ലോറിൻ എന്ന് പറയുന്ന നേരം എന്താണ്? ക്ലോറിൻ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഇലക്ട്രോണിക വിന്യാസം എന്ന് പറയുന്നത് 2, 8, 7 ആണ്. അതായത് ബാഹ്യതമ ഷെല്ലില് 7 ഇലക്ട്രോൺ ആണ് ആർക്കുള്ളത്? ക്ലോറിൻ ഉള്ളത്. അപ്പൊ ക്ലോറിനെ സംബന്ധിച്ച് ഒരു ഇലക്ട്രോൺ ആരെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയാൽ മാത്രമാണ് ആർക്ക് എന്ത് കിട്ടുള്ളൂ? സ്ഥിരത കിട്ടുള്ളൂ, ക്ലോറിൻ. അപ്പോ ക്ലോറിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണാണ് ഞാനിവിടെ കാണിക്കുന്നത്. ബാഹ്യതമ ഷെല്ലില് 7 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഇനി എന്താണ് അയോണിക ബന്ധനം എന്നുള്ള കാര്യത്തിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പൊ സോഡിയത്തിനെ സംബന്ധിച്ച് ഒരു ഇലക്ട്രോൺ ആർക്ക് കൊടുക്കണം? ക്ലോറിന് കൊടുക്കണം. എന്നാൽ മാത്രമാണ് സോഡിയം സ്ഥിരത കൈവരിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ ക്ലോറിൻ ഒരു ഇലക്ട്രോൺ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങണം? സോഡിയത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങണം. അപ്പൊ ക്ലോറിൻ എന്ത് ചെയ്യും? സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതാണ് ഞാൻ ഇനി അടുത്തത് വരയ്ക്കാൻ പോകുന്നത്. സോഡിയം ഒരു ഇലക്ട്രോണ് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. അപ്പോ നമുക്കറിയാം, ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന സമയത്ത് അതിന് പോസിറ്റീവ് ചാർജ് ആണ് ഉണ്ടാവുക. ആ പോസിറ്റീവ് ചാർജ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് അത് സൂചിപ്പിക്കുക. ഇനി അടുത്തത് ക്ലോറിൻ. ക്ലോറിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് 8 ഇലക്ട്രോൺ ആർക്ക് കിട്ടും? ക്ലോറിന് കിട്ടും. അപ്പോ ഇലക്ട്രോൺ വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോൺ വാങ്ങുന്ന സമയത്ത് അതിന് നെഗറ്റീവ് ചാർജ് ആണ് കിട്ടുക. അപ്പോ ക്ലോറിന് ഒരു നെഗറ്റീവ് ചാർജ് ആണ് ഉണ്ടാവുക. അപ്പോ നേരത്തെ പോലെയല്ല, ഇവിടെ ഇലക്ട്രോൺ വിന്യാസം എന്തായി? മാറിയിട്ടുണ്ട്. അതായത് ക്ലോറിന് സോഡിയത്തിന് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 2, 8 ആണ്. ഒരു ഇലക്ട്രോൺ ആർക്ക് കൊടുത്തു? ക്ലോറിന് കൊടുത്തു. ഇനി ക്ലോറിന്റെ കേസിൽ വരുന്ന സമയത്ത് 2, 8, 8 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് സോഡിയം ക്ലോറൈഡിന്റെ കേസിൽ വരിക. അതായത് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്ന എന്താണ്? സോഡിയം ഒരു ഇലക്ട്രോൺ ആർക്ക് കൊടുത്തു? ക്ലോറിന് കൊടുത്തു. ക്ലോറിൻ ഒരു ഇലക്ട്രോൺ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങി? സോഡിയത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങി. അതായത് ഇവിടെ ഇലക്ട്രോണിനെ കൈമാറ്റം ചെയ്യാണ് ചെയ്യുന്നത്. ഇത്തരത്തില് ഇലക്ട്രോണുകളെ കൈമാറ്റം ചെയ്തുകൊണ്ടുണ്ടാവുന്ന ബന്ധനത്തെയാണ് നമ്മൾ എന്ത് പറയാ? അയോണിക ബന്ധനം എന്ന് പറയാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത എന്താണ്? സഹസംയോജക ബന്ധനം. അത് നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം. ഈ ഉദാഹരണത്തിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യും? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഉദാഹരണം ഉപയോഗിക്കുന്നത്. നമുക്ക് ഫ്ലൂറിൻ നോക്കാം. ഫ്ലൂറിൻ എല്ലാവർക്കും അറിയണ്ടാവും. അപ്പോ ഫ്ലൂറിൻ സംബന്ധിച്ച് ഫ്ലൂറിന്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. അതായത് ഇലക്ട്രോൺ വിന്യാസം എത്രയായിരിക്കും? 2, 7 ആയിരിക്കും. അതായത് ഫ്ലൂറിന്റെ ബാഹ്യതമ ഷെല്ലില് 7 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പൊ ഫ്ലൂറിനെ സംബന്ധിച്ച് ഫ്ലൂറിന് ഒരു ഇലക്ട്രോൺ കൊടുക്കാനും പറ്റില്ല, പക്ഷെ വേറെ കയ്യിൽ നിന്ന് ആരും വാങ്ങാനും എന്തില്ല, ആൾക്കാരില്ല. അപ്പോ ഫ്ലൂറിൻ എന്താ ചെയ്യുക? മറ്റൊരു ഫ്ലൂറിനുമായിട്ട് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും?
പങ്കുവെക്കുകയാണ് ചെയ്യുക. അപ്പൊ ആ ഫിഗർ ആണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോ ആദ്യത്തെ ഫ്ലൂറിന്റെ ബാഹ്യതമ ഷെല്ലില് 7 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ആ 7 ഇലക്ട്രോൺ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ആദ്യത്തെ ഫ്ലൂറിൻ ആറ്റമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഫ്ലൂറിൻ ആറ്റം നോക്കാം. രണ്ടാമത്തെ ഫ്ലൂറിൻ ആറ്റത്തിലും 7 ഇലക്ട്രോൺ തന്നെയാണ് ഉണ്ടാവുക അല്ലെ. അപ്പോ രണ്ടാമത്തെ ഫ്ലൂറിൻ ആറ്റത്തിലുള്ള 7 ഇലക്ട്രോൺ ആണ് ഈ കാണിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഈ ഒരു ഇലക്ട്രോണ് ഫ്ലൂറിൻ ഇങ്ങോട്ടേക്ക് വെക്കും. അതായത് ഈ ഫ്ലൂറിൻ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടും വെക്കും, ഒന്ന് അങ്ങോട്ടേക്കും വരും. അതായത് പരസ്പരം എന്ത് ചെയ്യുക? ഇലക്ട്രോണിനെ പങ്കുവെക്കുകയാണ് ചെയ്യുക. ആ ഫിഗർ നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പോ ആദ്യത്തെ ഫ്ലൂറിൻ ആറ്റാണിത്. ആദ്യത്തെ ഫ്ലൂറിൻ ആറ്റത്തിലുള്ള ഇലക്ട്രോൺ ആണ് വരയ്ക്കുന്നത്. 7 ഇലക്ട്രോൺ ആണ് ആദ്യത്തെ ഫ്ലൂറിൻ ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഉള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഫ്ലൂറിൻ ആറ്റം വരയ്ക്കാം. രണ്ടാമത്തെ ഫ്ലൂറിൻ ആറ്റത്തിലും 7 ഇലക്ട്രോൺ ആണ് ബാഹ്യതമ ഷെല്ലിൽ ഉണ്ടാവുക അല്ലെ. ആ 7 ഇലക്ട്രോൺ ആണ് വരച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇവിടെ ഇലക്ട്രോൺ പങ്കുവെക്കുക എന്നുള്ളതാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഫ്ലൂറിൻ ആറ്റത്തിന്റെ ആണ് വരയ്ക്കുന്നത്. അപ്പോ ഈ ഫ്ലൂറിൻ ആറ്റത്തെ സംബന്ധിച്ച് ഇപ്പൊ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആയി? 8 ഇലക്ട്രോൺ ആയിട്ടുണ്ട്. അതായത് ഈ ഫ്ലൂറിൻ ആറ്റം സ്ഥിരത കൈവരിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇനി രണ്ടാമത്തെ ഫ്ലൂറിൻ ആറ്റം നോക്കാം. ഇതാണ് രണ്ടാമത്തെ ഫ്ലൂറിൻ ആറ്റം. രണ്ടാമത്തെ ഫ്ലൂറിൻ ആറ്റത്തെ സംബന്ധിച്ച് അതിന്റെ ബാഹ്യതമ ഷെല്ലില് 8 ഇലക്ട്രോൺ ആയിട്ടുണ്ട്. അപ്പോ ഇത്തരത്തില് ഇവിടെ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോണുകൾ തമ്മിൽ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇലക്ട്രോൺ പങ്കുവെച്ചുണ്ടാവുന്ന ബന്ധനത്തെയാണ് നമ്മൾ സഹസംയോജക ബന്ധനം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കാം. ഇവിടെ എത്ര ജോഡി ഇലക്ട്രോൺ ആണ് പങ്കുവെച്ചിട്ടുള്ളതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമുക്കറിയാം 2 ഇലക്ട്രോൺ എന്ന് പറയുന്നേരം അത് ഒരു ജോഡി എന്താണ്? ഒരു ജോഡി എന്നാണ് പറയാം. അപ്പൊ ഇവിടെ ഒരു ജോഡി ഇലക്ട്രോൺ ആണ് എന്ത് ചെയ്യുന്നത്? പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഒരു പേര് പറയും, ഏകബന്ധനം എന്നാണ് പറയാം. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാന്നുള്ളത് നോക്കാം. ഇതാണ് ആദ്യത്തെ ഫ്ലൂറിൻ ആറ്റം. ഇത് രണ്ടാമത്തെ ഫ്ലൂറിൻ ആറ്റം. അപ്പോ നമ്മള് ഒരു വര, അതായത് ഒരു വര ഉപയോഗിച്ചിട്ടാണ് ഇത് എന്ത് ചെയ്യുക? ഏകബന്ധനം കാണിക്കുക. അതായത് ഒരു വര എന്ന് ഉദ്ദേശിക്കുന്നത് ഒരറ്റത്ത് ഒരു ഇലക്ട്രോൺ ആണ്, മറ്റേ അറ്റത്ത് മറ്റൊരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഏതിൽ വരിക? ഫ്ലൂറിന്റെ കേസിൽ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം. അടുത്തതാണ് ഓക്സിജൻ. അറിയായിരിക്കും, ഓക്സിജന്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോ അതിന്റെ ബാഹ്യതമ ഷെല്ലില് 6 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പൊ 6 ഇലക്ട്രോൺ എന്ന് പറയുന്ന നേരം ഓക്സിജനെ സംബന്ധിച്ച് 2 ഇലക്ട്രോൺ കൂടി ഉണ്ടെങ്കിൽ എന്ത് സ്ഥിരത കൈവരിക്കാൻ ഓക്സിജന് പറ്റുള്ളൂ. അപ്പൊ ഓക്സിജനും വേറെ മാർഗമൊന്നുമില്ല, മറ്റൊരു ഓക്സിജൻ ആറ്റത്തിന്റെ കയ്യിൽ നിന്ന് ആ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും? പങ്കുവെക്കുകയാണ് ചെയ്യുക. അപ്പൊ ആ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പോ ആദ്യത്തെ ഓക്സിജന്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ ആണ് വരയ്ക്കുന്നത്. ബാഹ്യതമ ഷെല്ലില് 6 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. അപ്പോ ഇത് ആദ്യത്തെ ഓക്സിജൻ ആറ്റാണ്. ഇനി രണ്ടാമത്തെ ഓക്സിജൻ ആറ്റാണ് നോക്കുന്നത്. അപ്പോ രണ്ടാമത്തെ ഓക്സിജൻ ആറ്റത്തിലും സെയിം നമ്പർ ഓഫ് എന്താണ് ഉണ്ടാവുക? ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. ബാഹ്യതമ ഷെല്ലില് 6 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഓക്സിജന്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇവിടെ ഇലക്ട്രോൺ പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് വരയ്ക്കാൻ പോകുന്നത്. അതായത് ആദ്യത്തെ ഓക്സിജൻ നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കണം. ആദ്യത്തെ ഓക്സിജനില് അതിന്റെ ബാഹ്യതമ ഷെല്ലില് 6 ഇലക്ട്രോൺ ആണ് ഉള്ളത്. 6 ഇലക്ട്രോൺ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മള് രണ്ടാമത്തെ ഓക്സിജൻ ആറ്റം വരയ്ക്കണം. രണ്ടാമത്തെ ഓക്സിജൻ ആറ്റത്തിലും 6 ഇലക്ട്രോൺ തന്നെയാണ് ഉള്ളത് അല്ലെ. അപ്പോ 6 ഇലക്ട്രോൺ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഈ ഇലക്ട്രോൺ എങ്ങനെയാണ് പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് അടുത്തത് നോക്കുന്നത്.
അപ്പോ ആദ്യത്തെ ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയായിരിക്കും എന്തുണ്ടാവുക, ഇലക്ട്രോണിനെ പങ്കുവെക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഓക്സിജൻ ആറ്റത്തിന് മൊത്തം 8 ഇലക്ട്രോൺ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഓക്സിജൻ ആറ്റം സ്ഥിരത കൈവരിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇനി അടുത്ത ഓക്സിജൻ ആറ്റം എങ്ങനെയാണ് സ്ഥിരത കൈവരിക്കുന്നത് എന്നുള്ളതാണ്. അടുത്ത ഓക്സിജൻ ആറ്റം ഇങ്ങനെയായിരിക്കും സ്ഥിരത കൈവരിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ ബാഹ്യതമ ഷെല്ലില് 8 ഇലക്ട്രോൺ ആയിട്ടുണ്ട്. ഇനി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇലക്ട്രോണ് പരസ്പരം പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ഇനി എത്ര ജോഡി ഇലക്ട്രോൺ ആണ് പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ജോഡി എന്ന് പറയുന്ന നേരം 2 ഇലക്ട്രോൺ ആണ്. ഇവിടെ ഇപ്പോ 4 ഇലക്ട്രോൺ ആണ് പങ്കുവെക്കുന്നത്. അപ്പൊ 4 ഇലക്ട്രോൺ എന്ന് പറയുന്ന സമയത്ത് അത് 2 ജോഡിയാണെന്ന് നമുക്കറിയാം. അതായത് 2 ജോഡി ഇലക്ട്രോൺ ആണ് ഓക്സിജൻ എന്ത് ചെയ്യുന്നത്, പങ്കുവെക്കുന്നതെന്ന് പറയാം. അപ്പൊ ഇതിനൊരു പേരുണ്ട്, ദ്വിബന്ധനം എന്നാണ് പറയാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഏകബന്ധനം പറഞ്ഞു, അതേപോലെ ദ്വിബന്ധനം എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഒരു ബന്ധനം കൂടിയുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ്, ഉദാഹരണമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. നൈട്രജൻ എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോ നൈട്രജന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നൈട്രജന് അതിന്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, 7 ആണ്. അതായത് ഇലക്ട്രോൺ വിന്യാസം 2, 5 ആയിരിക്കും. ബാഹ്യതമ ഷെല്ലില് 5 ഇലക്ട്രോൺ ആണ് ആർക്കുള്ളത്, നൈട്രജന് ഉണ്ടാവുക. അപ്പോ ഈ 5 ഇലക്ട്രോൺ ആണ് ഞാൻ ഇവിടെ ഇനി വരയ്ക്കാൻ പോകുന്നത്. ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോൺ ആണ് ഇത്. അപ്പോ ഒരു നൈട്രജൻ ആറ്റത്തിലെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നൈട്രജനും വേറെ വഴിയൊന്നുമില്ല, മറ്റൊരു നൈട്രജനുമായിട്ട് എന്ത് ചെയ്യുക, ഇലക്ട്രോണിനെ പങ്കുവെക്കുകയാണ് ചെയ്യുക. അപ്പൊ അടുത്ത നൈട്രജൻ ആണ് നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത്. ഇതാണ് രണ്ടാമത്തെ നൈട്രജൻ ആറ്റം. രണ്ടാമത്തെ നൈട്രജൻ ആറ്റത്തിലും 5 തന്നെയാണ് എന്തുണ്ടാവുക, ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോൺ ഉണ്ടാവുക. ഇനി എങ്ങനെയാണ് ഇവിടെ ഇലക്ട്രോൺ പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോ എന്താ ചെയ്യാ, ആദ്യം നമ്മൾ എന്ത് വരയ്ക്കണം, നൈട്രജൻ വരയ്ക്കണം. നൈട്രജനില് ബാഹ്യതമ ഷെല്ലില് 5 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ആ 5 ഇലക്ട്രോൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത നൈട്രജൻ ആറ്റം വരയ്ക്കണം അല്ലെ. ഇതാണ് രണ്ടാമത്തെ നൈട്രജൻ ആറ്റം. ആ നൈട്രജൻ ആറ്റത്തിലും 5 ഇലക്ട്രോൺ തന്നെയാണ് ബാഹ്യതമ ഷെല്ലില് ഉണ്ടാവുക. ഇനി എങ്ങനെയാണ് ഇവിടെ ഇലക്ട്രോൺ പങ്കുവെക്കുക എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. ഒന്നാമത്തെ നൈട്രജൻ ആറ്റം ഇങ്ങനെയായിരിക്കും ഇലക്ട്രോൺ പങ്കുവെക്കുന്നുണ്ടാവും. ഇവിടെ ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും 8 ഇലക്ട്രോൺ എന്തിലുണ്ട്, അതിന്റെ ബാഹ്യതമ ഷെല്ലിലുണ്ട്. അതായത് 8 ഇലക്ട്രോൺ കിട്ടിയതുകൊണ്ട് ആ നൈട്രജൻ സ്ഥിരത കൈവരിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി രണ്ടാമത്തെ നൈട്രജൻ ഇങ്ങനെയായിരിക്കും ഇലക്ട്രോണ് പങ്കുവെക്കുന്നുണ്ടാവും. അതായത് രണ്ടാമത്തെ നൈട്രജൻ എന്ത് കൈവരിച്ചിട്ടുണ്ട്, സ്ഥിരത കൈവരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവിടെ എത്ര ജോഡി ഇലക്ട്രോൺ ആണ് പങ്കുവെക്കുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യത്തെ കേസ് പറഞ്ഞു, ആദ്യത്തെ കേസിൽ ഒരു ജോഡി ഇലക്ട്രോൺ ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ അതിനെ ഏകബന്ധനം എന്ന് വിളിച്ചു. രണ്ടാമത്തെ കേസിൽ 2 ജോഡി ഇലക്ട്രോൺ ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെ ദ്വിബന്ധനം എന്ന് വിളിച്ചു. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും 3 ജോഡി, അതായത് മൊത്തം 6 ഇലക്ട്രോൺ ആണ് പങ്കുവെക്കുന്നത്. അതിനെ നമ്മൾ 3 ജോഡി എന്നാണ് പറയാം. അപ്പൊ 3 ജോഡി ഇലക്ട്രോൺ ആണ് ആരിൽ പങ്കുവെക്കുന്നത്, നൈട്രജൻ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ത്രിബന്ധനം എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഓക്സിജന്റെയും അതേപോലെ നൈട്രജന്റെയും ഈ ദ്വിബന്ധനം അതേപോലെ ത്രിബന്ധനം ഇതെങ്ങനെയാണ് അതായത് സൂചിപ്പിക്കുക, എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഓക്സിജൻ വരയ്ക്കണം. ഓക്സിജനിൽ 2 ഓക്സിജൻ ആറ്റം ഞാൻ 2 ഭാഗത്തായിട്ട് വരച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 2 ജോഡി ഇലക്ട്രോൺ ആണ് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 2 വര ഉപയോഗിച്ചാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ നൈട്രജനിലേക്ക് വരിക. നൈട്രജന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നൈട്രജൻ 3 ജോഡി ഇലക്ട്രോൺ ആണ് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ 3 വര ഉപയോഗിച്ചാണ് എന്ത് ചെയ്യാൻ പറ്റുക, സൂചിപ്പിക്കാൻ പറ്റുക. അപ്പോ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, ആദ്യം കാണിച്ചത് ഫ്ലൂറിന്റെ കേസാണ്, പിന്നെ നമ്മൾ കാണിച്ചത് ഓക്സിജന്റെ കേസാണ്, പിന്നെ മൂന്നാമത്തത് നൈട്രജൻ. അപ്പോ 3 തരത്തിലുള്ള ബന്ധനങ്ങളാണ് ഇവിടെ ഉള്ളത്.
ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം. ഇത്തരത്തില് ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണ്? ഇലക്ട്രോണുകളെ പരസ്പരം പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രോൺ പങ്കുവെച്ചുണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊരു പേര് വിളിക്കും. അതാണ് സഹസംയോജക ബന്ധനം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഒന്നുമില്ല, നമ്മളിപ്പോ സഹസംയോജക ബന്ധനം എന്താണെന്ന് പറഞ്ഞു. അതായത് ഇലക്ട്രോണുകൾ അവിടെ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ഇനി അത് തന്നെ എന്തുണ്ട്? 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഏകബന്ധനം, നെക്സ്റ്റ് ദ്വിബന്ധനം, നെക്സ്റ്റ് ത്രിബന്ധനം. അപ്പൊ അതിനുള്ള എക്സാമ്പിൾ ആണ് ഞാനിവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു കേസ് നോക്കാം. HCl. HCl എന്ന് പറയുന്നേരം അറിയണ്ടാവും. HClലും എന്താണ്? ഇലക്ട്രോൺ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാന്നുള്ളതാണ് അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോ HClന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അതിൽ ഹൈഡ്രജനും ക്ലോറിനും ആണ് ഉള്ളത്. ഹൈഡ്രജനെയും ക്ലോറിനെയാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. അതിൽ നമുക്കറിയാം ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 1 ആണ്. അതായത് ബാഹ്യതമ ഷെല്ലില് ഒരു ഇലക്ട്രോൺ മാത്രമേ ആർക്കുള്ളൂ? ഹൈഡ്രജനുള്ളൂ. ആ ഒരു ഇലക്ട്രോൺ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ക്ലോറിന്റെ കേസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ബാഹ്യതമ ഷെല്ലില് 7 ഇലക്ട്രോൺ ആണ് ആർക്കുള്ളത്? ക്ലോറിനുള്ളത്. ആ 7 ഇലക്ട്രോൺ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോ ബാഹ്യതമ ഷെല്ലില് 7 ഇലക്ട്രോൺ ആണ് ക്ലോറിനുള്ളത്. ഇനി എങ്ങനെയാണ് ഇവിടെ ഇലക്ട്രോണിനെ പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഹൈഡ്രജനെ സംബന്ധിച്ച് എന്താണ്? ഒരു ഇലക്ട്രോണ് ക്ലോറിന് കൊടുത്താൽ ഹൈഡ്രജൻ എന്ത് കിട്ടും? സ്ഥിരത കൈവരിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. അതേപോലെ ക്ലോറിൻ എന്താ ചെയ്യുക? ഒരു ഇലക്ട്രോണ് ഹൈഡ്രജന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുക. അപ്പൊ ആ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ആണ് ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ആരെ വരയ്ക്കണം? ഹൈഡ്രജൻ വരയ്ക്കണം. പിന്നെ ഇപ്പുറത്ത് നമ്മൾ ക്ലോറിനും വരയ്ക്കണം. ഇനി അതിന്റെ ഇലക്ട്രോൺ ആണ് കാണിക്കാൻ പോകുന്നത്. ഹൈഡ്രജന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രോൺ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്ലോറിനെ സംബന്ധിച്ച് 7 ഇലക്ട്രോൺ ആണ് ക്ലോറിൻ ഉള്ളത്. ആ 7 ഇലക്ട്രോൺ ആണ് ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇനി ഹൈഡ്രജൻ എങ്ങനെയാണ് സ്ഥിരത കൈവരിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഹൈഡ്രജൻ ഇങ്ങനെയായിരിക്കും സ്ഥിരത കൈവരിക്കുന്നുണ്ടാവും. അപ്പൊ ഹൈഡ്രജനെ നോക്കിയാൽ മനസ്സിലാവും അവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥിരത കൈവരിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇനി ക്ലോറിനെ സംബന്ധിച്ച് സ്ഥിരത കൈവരിച്ച എങ്ങനെയാണെന്ന് വെച്ചാല് ക്ലോറിൻ ഈ ഇലക്ട്രോൺ, അതായത് ഹൈഡ്രജന്റെ ഈ ഒരു ഇലക്ട്രോൺ ക്ലോറിൻ വാങ്ങും. അപ്പൊ ക്ലോറിന്റെ ബാഹ്യതമ ഷെല്ലില് എത്ര ഇലക്ട്രോൺ ആവും? 8 ഇലക്ട്രോൺ ആയിട്ടെന്ന് പറയാം. അതായത് ക്ലോറിന് എന്ത് കിട്ടിയിട്ടുണ്ട്? സ്ഥിരത കൈവരിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഇനി ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എത്ര ജോഡി ഇലക്ട്രോൺ ആണ് പങ്കുവെക്കുന്നത് എന്നുള്ളത്. ഇവിടെ നമുക്ക് 2 ഇലക്ട്രോൺ ആണ്, അതായത് ഒരു ജോഡി ഇലക്ട്രോൺ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പങ്കുവെക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇവിടെ H, ഇവിടെ Cl. അപ്പൊ ഇവിടെ ഒരു ജോഡി ഇലക്ട്രോൺ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു വര ഉപയോഗിച്ച് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഒരു ജോഡി ഇലക്ട്രോൺ ആണ് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഏക ബന്ധനമാണെന്ന് പറയാം. അതായത് ഇലക്ട്രോൺ പങ്കുവെക്കുന്നതുകൊണ്ട് സഹസംയോജക ബന്ധനമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അപ്പൊ ഇത്രയാണ് എന്ത് വരുന്നത്? സഹസംയോജക ബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. ഇനി ഇത്തരത്തില് സഹസംയോജക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങളെ നമ്മൾ ഒരു പേര് പറയും. സഹസംയോജക സംയുക്തങ്ങൾ എന്താണെന്ന്? സഹസംയോജക സംയുക്തങ്ങൾ എന്നാണ് എന്ത് പറയുന്നത്? അത്തരത്തിലുള്ള സംയുക്തങ്ങളെ നമ്മൾ പറയുന്നത്. ഇനി ഒരു എക്സാമ്പിള് നിങ്ങൾ എന്ത് ചെയ്യണം? ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. നമുക്കറിയാം ക്ലോറിൻ. ക്ലോറിന്റെ കേസ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതാണ്. ക്ലോറിന്റെ കേസിൽ വരുന്ന സമയത്ത് അതിന്റെ ബാഹ്യതമ ഷെല്ലില് 7 ഇലക്ട്രോൺ ആണ് ആർക്കുള്ളത്? ക്ലോറിൻ ഉള്ളത്. അപ്പൊ ക്ലോറിൻ എങ്ങനെയായിരിക്കും സ്ഥിരത കൈവരിക്കുക എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഇതേപോലെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം എന്ത് ചെയ്യുക? വരച്ചു നോക്കുക. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് 4 ക്ലോറിൻ വരയ്ക്കേണ്ടി വരും. എന്നാലാണ് എന്ത് സ്ഥിരത, അതായത് ക്ലോറിൻ എന്ത് കൈവരിക്കാൻ പറ്റുള്ളൂ? സ്ഥിരത കൈവരിക്കാൻ പറ്റുള്ളൂ. ആ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം എന്ത് ചെയ്യുക? ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞു രാസബന്ധനം അതെന്താണെന്ന് ചർച്ച ചെയ്തു. അതേപോലെ അത് 2 ടൈപ്പ് ഉണ്ട്. അയോണിക ബന്ധനമുണ്ട്, അതേപോലെ സഹസംയോജക ബന്ധനമുണ്ട്. ഫസ്റ്റ് നമ്മൾ അയോണിക ബന്ധനം എന്താണെന്നാണ് പറഞ്ഞത്. നമ്മൾ NaCl വെച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ ചർച്ച ചെയ്തത് സഹസംയോജക ബന്ധനം എന്താണെന്നാണ് പറഞ്ഞത്. അതായത് സഹസംയോജക ബന്ധനം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 3 എക്സാമ്പിൾ എടുത്തു. ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ. അപ്പൊ 3 തരത്തിലുള്ള ബന്ധനങ്ങൾ എന്നിട്ട് നമുക്ക് മനസ്സിലായി. ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു എക്സാമ്പിൾ കൂടി നോക്കി. HCl. അതിലും എന്താണ്? ഏകബന്ധനം തന്നെയാണ് നടക്കുന്നത്. അപ്പൊ ഇത്രയാണ് എന്ത് വരുന്നത്? സഹസംയോജക ബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്.
ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.